ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് ടൈം മൈ കിച്ചൻ. ഇന്ന് ഞാൻ ചെമ്മീനാടെയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചെമ്മീനിൽ കുറച്ച്, അതായത് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആദ്യമേ ഒന്ന് മിക്സാക്കി വെച്ചതാണ്. അതൊന്ന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന ഗ്യാപ്പിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. ഒരു 8-9 ചെറിയുള്ളി, പിന്നെ പെരിഞ്ജീരകം ഒരു സ്പൂണിൻ്റെ അടുത്ത്, അതായത് വലിയ ജീരകം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തത് അരിപ്പൊടിയാണ്. ഒരു ഗ്ലാസ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിയും പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ കുഴയ്ക്കൂലേ, പത്തിരിക്ക് കുഴയ്ക്കൂലേ, ആ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതേപോലെ മാറ്റി വെച്ചാൽ വെളിച്ചെണ്ണ ഇങ്ങനെ മാറി വരും. എന്നിട്ട് ചെമ്മീൻ മാറ്റി വെക്കുക. എന്നിട്ട് ഈ അതേ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചീന്തിയത് ഇടാം. അതേമാതിരി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ്, ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേമാതിരി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചെടുത്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ സാധാരണ തേങ്ങേൻ്റെ ഒക്കെ അവിടെ വീട്ടിലുണ്ടാക്കും. പക്ഷേ ചെമ്മീൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചാനൽ എല്ലാവരും വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഡിഷസൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇത് കണ്ട അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ നമ്മൾ പൊരിച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കറിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു മിക്സ് റെഡിയായി ഉള്ളിലേക്ക് ഫില്ലിങ്ങിനുള്ളത് അടേൻ്റെ. പിന്നെ ഞാൻ ബേസിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ നേരത്തെ അരിപ്പൊടിയൊക്കെ ചേർത്തൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്, പത്തിരിപ്പൊടി കുഴയ്ക്കുന്ന പോലെ. അപ്പോൾ ഈ അരിപ്പൊടി നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറരീൻ്റെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ അടക്കൊക്കെ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ പത്തിരിക്കൊക്കെ പൊടി എടുക്കുന്നത് വെച്ചാൽ അതെടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഒരു ഇല എടുക്കാം. അപ്പോൾ വാഴയില എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പ്രസ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ പത്തിരി ഒക്കെ ഉള്ള മാതിരി ഒരു ഉണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇലയും കൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം പ്രസ് ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ പത്തിരീൻ്റെ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു സൈഡിൽ നമുക്ക് ഈ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അട ക്ലോസ് ഇതേപോലെ ആക്കി വെക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ പിന്നെ അത് ആവിയിൽ വേവിക്കാൻ. അപ്പോൾ ഈ ഒരു മിക്സ് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പത്തിരിയും ആ മിക്സും കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അടേൻ്റെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് വേറെ തന്നെ വരും. അപ്പോൾ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ലിച്ചെമ്പാണ് എടുത്തത്. അപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മുകളിലൊരു ട്രേ പോലെ ഉണ്ടാവും, അത് വെച്ചിട്ട് അതിലേക്കാണ് ഈ അട വെച്ച് അടച്ച് വേവിക്കുന്നത്. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫുൾ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ അതാ കണ്ട തുറന്നിട്ട് നല്ല ഇതിൽ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്